ഗൂഗിൾ മൈ ബിസിനസ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സിൽ ലിസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഒരുവിധ ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നു 99% ആൾക്കാരും പോസ്റ്റുകൾ ഇടുന്നില്ല. അതെ അതെ. ആ പോസ്റ്റുകൾ എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ? പോസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ റെലവൻസ് ഫാക്ടറാണ്. അതായത് എത്രത്തോളം ആളുകൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ഇതിനകത്ത്, എൻഗേജ്മെന്റ് ഫാക്ടർ. അപ്പൊ ആ എൻഗേജ്മെന്റ് ഫാക്ടർ കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല റിവ്യൂസ് കളക്ട് ചെയ്യാം, പോസ്റ്റുകൾ ഇടുക. പോസ്റ്റുകൾ നമുക്ക് പറയാൻ പറ്റുന്ന, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തും നമുക്ക് പോസ്റ്റായിട്ട് ഇടാം. ആ പോസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടിടാം. ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞുള്ളൂ. അഥവാ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എഡിറ്റ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ പറഞ്ഞ മാനിപ്പുലേഷൻസ് ഒന്നും വരാത്ത, അതെ, ഇല്ലാത്ത സാധനം കാണിക്കരുത്, ആ രീതിയിലേക്കുള്ള ഒരു എഡിറ്റ് പാടില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ പോസ്റ്റുകൾ നമുക്ക് ഓഫേഴ്സ് ഇടാം, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഇടാം, ഇതെല്ലാം അവർ പറയുന്നത് വെച്ചാൽ ആക്ച്വലി നമുക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ട് ലിസ്റ്റ് ചെയ്തിട്ടിടാം. പിന്നെ ഒപ്റ്റിമൈസേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഇത് പല ആളുകളും വലിയ ബിസിനസ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ സാധാരണ വീട്ടിലിരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ എന്താണ് കൊടുക്കുന്ന സർവീസ്, ആ സർവീസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് നമ്മളൊരു കീവേഡ് പോലെ ഉൾപ്പെടുത്തിയിട്ട് ആ പോസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിനൊരു റെലവൻസ് ഉണ്ട് തീർച്ചയായിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് കൂടുതലായിട്ട് റാങ്കിങ്ങിൽ വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ പ്രാധാന്യം കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് എൻഗേജ്മെന്റിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. കറക്റ്റ്. അപ്പൊ നമ്മള് അത് പോസ്റ്റിന്റെ കാര്യം ക്ലിയർ ആയി. ഇനി റിവ്യൂസ് ആണല്ലോ ഇതിനകത്ത്. അപ്പൊ ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നോർമലി നോക്കാറ് ഇത് നല്ലൊരു സ്ഥാപനമാണോ അറിയാന് 4 സ്റ്റാർ എങ്കിലും ഉണ്ടോ. ഓക്കെ, സെറ്റാണ്.